പോസ്റ്റ് ഓഫീസ് സമ്പാദ്യ പദ്ധതി അടക്കമുള്ള ലഘു സമ്പാദ്യ പദ്ധതികളിൽ നിക്ഷേപം നടത്തിയിട്ടുള്ളവരാണോ നിങ്ങൾ? എങ്കിൽ ഒക്ടോബർ 1 മുതൽ വരുന്ന ഈ മാറ്റങ്ങൾ അറിഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ ഈ പദ്ധതികളിൽ നിന്നുള്ള നേട്ടം ചിലപ്പോൾ നഷ്ടപ്പെട്ടേക്കാം. നാഷണൽ സേവിംഗ്സ് സ്കീം അക്കൗണ്ടുകളിൽ ഇനി 2 നിരക്കിലുള്ള പലിശയാകും ലഭിക്കുക. 1990 ഏപ്രിൽ 2 മുൻപ് തുറന്ന അക്കൗണ്ടുകളിൽ നിലവിൽ ലഭിക്കുന്ന പലിശ തന്നെ തുടർന്നും ലഭിക്കും. എന്നാൽ ഈ തീയതിക്ക് ശേഷം തുറന്ന അക്കൗണ്ടുകൾക്ക് പോസ്റ്റ് ഓഫീസ് സേവിംഗ്സ് അക്കൗണ്ടുകളുടെ പലിശ നിരക്കായിരിക്കും ലഭിക്കുക. ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ ഒരെണ്ണത്തിന് മാത്രമേ പലിശ ലഭിക്കൂ. രണ്ടാമത്തെ അക്കൗണ്ടിലെ തുക തിരികെ ലഭിക്കും. പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് അഥവാ PPF നിക്ഷേപങ്ങൾക്കുമുണ്ട് മാറ്റം. ഒന്നിലധികം PPF അക്കൗണ്ടുകൾ ഉള്ളവരാണെങ്കിൽ ആദ്യത്തെ അക്കൗണ്ടിന് നിലവിലെ നിരക്കിൽ തന്നെ പലിശ ലഭിക്കും. എന്നാൽ രണ്ടാമത്തെ അക്കൗണ്ടിലെ ബാക്കിയുള്ള തുക ആദ്യ അക്കൗണ്ടുമായി യോജിപ്പിക്കും. 2ൽ കൂടുതൽ അക്കൗണ്ട് ഉള്ളവർക്കും പലിശ ലഭിക്കില്ല. പ്രായപൂർത്തിയാകാത്ത ആളുടെ പേരിൽ തുറന്ന PPF അക്കൗണ്ട് ഉടമകൾക്ക് പ്രായപൂർത്തിയാകും വരെ പോസ്റ്റ് ഓഫീസ് സേവിംഗ്സ് അക്കൗണ്ടിനുള്ള പലിശ നിരക്കായിരിക്കും ലഭിക്കുക. 18 വയസ്സ് പൂർത്തിയായ ശേഷം മാത്രമേ പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ടിന്റെ പലിശ നിരക്കിന് അർഹതയുണ്ടാകൂ. പെൺകുട്ടികൾക്കായുള്ള സുകന്യ സമൃദ്ധി പദ്ധതിയിലും മാറ്റമുണ്ട്. രക്ഷിതാക്കളല്ലാത്തവർ കുട്ടികളുടെ പേരിൽ തുറക്കുന്ന അക്കൗണ്ടുകൾ നിയമപരമായ മാതാപിതാക്കൾക്ക് കൈമാറും.